ലാബി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഫഹിംന അൽ ഹിവാർ ബൈന ഫുവാദ് വറജുലുൽ മുസിന്നിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുവാദും ആ വയസ്സായ മനുഷ്യനും തമ്മിലുള്ള ഹിവാർ, അതിൻ്റെ ആക്ടിവിറ്റീസും അതുപോലെ ഇന്ന വ അന്ന ലാക്കിന്നെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നഹ്നുൽ യൗം ഫി ദർസിൻ ജദീദ് വഹുവ ഹുസ്നുൽ ളിയാഫ. ഇത് നമ്മൾ പുതിയ പാഠഭാഗമാണ്. മാതാ ഹുസ്നു അൽ ളിയാഫ, ഹുസ്നു ളിയാഫ. من هو الضيف؟ هل سمعتم كلمة ضيف؟ ലൈഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ലൈഫു ഷറഫിൻ, മുഖ്യ അതിഥി, പരിപാടിക്കൊക്കെ നടക്കും പറയും അല്ലേ. ഹുസ്നു ദിയാഫ എന്നാൽ നല്ല ആതിഥ്യം എന്നാ, നല്ല ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആതിഥ്യ മര്യാദ. ഹുസ്നു എന്ന് വെച്ചാൽ നല്ലത് കേട്ടോ. ഫഹാദിഹി ഖിസ്സത്തു സിദ്റ വ ഖാലിഹ. ഇത് നമ്മുടെ ഒരു സിദ്റ എന്നൊരു പെൺകുട്ടിയുടെയും അവൻ്റെ ഖാൽമൻ അങ്കിളിൻ്റെയും ഒരു കഥയാണ്. ഹയ്യാനസ്മ, നമുക്ക് കേൾക്കാം. എന്താ മക്കളെ? സിദ്റ ദാരിസത്തുൻ മുംതാസ കാനത് ജാലിസത്തൻ ഫി സാലത്തിൽ ബൈത്ത് സമിഅത് റനീൻ അൽ ജറസ് ഫഫതഹത് അൽ ബാബ് ഫദാക ഖാലുഹ ഇസ്തഖ്ബലതുഹു ബിൽ ഇക്റാം ഫദാറ ബൈനഹുമാ ഹിവാർ. ماذا سدرة؟ من سدرة؟ سدرة دارسة. أنتم كما أنتم سدرة دارسة في الصف السادس. سدرة ഒരു വിദ്യാർത്ഥിയാണ്. كيف كان سدرة؟ ممتازة. She was excellent. ഒരു മിടുക്കിയായ വിദ്യാർത്ഥിയാണ് സിദ്റ. ഫി യൗമിൻ, ദാത്ത യൗമിൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ദാത്ത അല്ലേ, വൺ ഡേ. കാനത് ജാലിസ, ഷീ വാസ് സിറ്റിംഗ്, അവൾ ഇരിക്കുകയായിരുന്നു. അയിന ഫി സ്വാലത്തിൽ ബൈത്ത്, സ്വാല ഹാള്, അൽ ബൈത്ത് ഹൗസ്, വീടിൻ്റെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. ഫഹുനാക സമിഅത് മൻ? സമിഅ സിദ്റ, സിദ്റ കേട്ടു. മാദാ സമിഅത്? റനീൻ അൽ ജറസ്, എന്താണ്? വീടിൻ്റെ ഹോൺ ബെല്ല് അല്ലേ, ബെല്ല് കേട്ടു. റനീൻ എന്ന് പറഞ്ഞാൽ റിങ്ങിങ്, അൽ ജറസ് ബെല്ലിൻ്റെ റിങ് കേട്ടു. അപ്പോൾ വീട്ടിൽ വന്ന് ആരോ അടിച്ചു. മാതാ ഫാലത്ത്, അവൾ എന്ത് ചെയ്തു? ഫതഹത്ത്, ഷീ ഓപ്പൺഡ്. മാതാ ഫതഹത്ത്? അൽബാബ, വാതിൽ തുറന്നു. ഫഹുനാക മൻ? ഫദാക ഖാലുഹ. ഫഹുനാക മൻ? ഖാലുഹ, അവരുടെ ആരുള്ളത്? ഖാലുഹ, അവിടെ ആരുള്ളത്? അവളുടെ അങ്കിൾ. ഫഅന്നഹു أنها استقبلته. استقبل، ماذا استقبل؟ she received her uncle. كيف استقبلت؟ بالإكرام، ആദരവോടെ സ്വീകരിച്ചു. فدار بينهما فتكلمت سدرة مع خالها. അവരുടെ ഖാലുമായിട്ട് ഫദാറ ബൈനഹുമ, അവരുടെ ഇടയിൽ നടന്നു. മാതാദാറ ഹിവാറുൻ, ഒരു സംഭാഷണം നടന്നു. എന്താണ് അവർ സംസാരിച്ചത്? ഹയ്യാനസ്മ, നമുക്ക് കേൾക്കാം അല്ലേ. സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ വാചകങ്ങൾ യൂസ് ചെയ്യും അല്ലേ. ഫഹുനാക അവലൻ അൽ ഖാലു അസ്സലാമു അലൈക്കും ഫഖാലത് സിദ്റ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് തഫദ്ദൽ ഖാലി. തഫദ്ദൽ, നമ്മൾ ഒരാൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തഫദ്ദൽ, വാ ഖാലി, അങ്കിളെ, ഖാൽ വരൂ. വസ്തരിഹ്, ടേക്ക് യുവർ സീറ്റ്, വരൂ ഇരിക്കൂ കേട്ടോ, എന്താണ് പറയണത്? തഫദ്ദൽ. ഈ സെൻറ്റൻസ് മക്കൾ അടിവരിയിട്ട് വെക്കണം. സുമ്മൽ ഖാൽ ശുക്രൻ, അങ്ങനെ പറഞ്ഞല്ല. അപ്പോൾ എന്ത് പറഞ്ഞാൽ? താങ്ക് യു മൈ ഗേൾ, ശുക്രൻ, താങ്ക് യു, ജസാക്കല്ലാഹു ഖൈറൻ, ഗോഡ് ബ്ലസ് യു അല്ലേ, ദൈവം നിനക്ക് നന്മ വരുത്തട്ടെ, മേ അല്ലാ റിവാർഡ് യു, ജസാക്കല്ലാ ഖൈറൻ. അപ്പോൾ ഈ ശുക്രൻ ജസാക്കല്ലാ ഖൈറയുടെ അടിയിൽ വരിയിട്ട് വെക്കണം. ഫഖാലത് സിദ്റ മാതാ ഖാലത് കൈഫ ഹാലുക യാ അഖി, നമ്മളൊക്കെ ചോദിക്കുന്നത് അല്ലേ, കൈഫ ഹാലുക്, എന്തൊക്കെയുണ്ട് അങ്കിളെ വിശേഷം? ഫഖാലൽ ഖാൽ അന ബിഖൈർ, ഐ ആം വെൽ, ഐ ആം ഫൈൻ, അൽഹംദുലില്ലാ, പ്രൈസ് ടു ബി ദ ഗോഡ്. കൈഫ ഹാലുക്കി, വാട്ട് ഈസ്, ഹൗ ഓൾഡ് ആർ യു?
ആൻഡ് വാട്ട് അബൌട്ട് യു, നിനക്കെങ്ങനെയുണ്ട്? ഇവിടെ ശ്രദ്ധിച്ചോ മക്കള്, ഹാലുക്ക അങ്കിളായതുകൊണ്ട്. അപ്പം അങ്കിള് തിരിച്ചു ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കൈഫ ഹാലുക്കി ലിമാദാ ലി അന്ന സിദറ മോന്നസുൻ, സിദറ മോന്നസാണ്, അതുകൊണ്ടാണ്. ഫഖാലത്ത് സിദറ, മാതാ കാലത്ത് സിദറ, സിദറ പറഞ്ഞു തമാം, അൽഹംദുലില്ലാ, ഓക്കെ, അൽഹംദുലില്ലാ എനിക്കും ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തമാം അല്ലേ, ഹൈഫ ഹാലിക്ക് ചോദിച്ചാൽ നമുക്ക് അനബി ഖൈർ പോലെ പറയാവുന്ന വാക്കാണെന്ത്? തമാം അൽഹംദുലില്ലാ, അനബി ഖൈർ അൽഹംദുലില്ലാ, രണ്ടും പറയാം. ഓക്കെ. അപ്പോൾ കാലൽ ഖാൽ ഐന ഉമ്മുക യാ സിദറ, ഐന ഉമ്മുക്കി, വെർ ഇസ് യുവർ മദർ, നിന്റെ ഉമ്മ എവിടെ എന്ന് ചോദിച്ചു. ഫഖാലത്ത് സിദറ ഹിയ ദഹബത് ഇലാ ബൈതി ജാരിന, ഹിയ ദഹബത്, ഹിയ മൻ, ഹിയൽ ഉമ്മ പോയി, ഇല ഐൻ, ഇല ബൈത്തി, ഇല ബൈറ്റ്സ് ഹൗസ്, ജാർമൻ, ജാർ ആരാണ്? ജാറ് നൈബർ, ജാരിന ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നാര് പറഞ്ഞു? സിദർ പറഞ്ഞു. അങ്ങനെ ബഅദ ഖലീൽ, ആഫ്റ്റർ സം ടൈം, തആലിയ ഖാലി, വാ സഹോദര, വരൂ അങ്കിളെ എന്ന് പറഞ്ഞു അല്ലേ. തഫദ്ദൽ ന അഷായ് ജാഹിസ്, അഷായ് മാ ഹുവ അഷായ്, അന്നുടനെ എന്ത് കൊടുക്കണം? അഷായ്, ചായ റെഡിയാണ്, വാ അങ്കിളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഖാൽ ത്വയ്യിബ്, ഗുഡ്, അൻതി മുംതാസ, നീ മിടുക്കിയാണല്ലോ, അൻതി മുംതാസ, നീ മിടുക്കിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഇതിൽ കുറേ സംസാരത്തിൻ്റെ ഇടയിൽ കുറേ യൂസ് ചെയ്ത വാക്കുകൾ മക്കൾ ശ്രദ്ധിച്ചോ? കൂടുതലായിട്ട് വരുന്ന അഷുക്കർ, നന്ദി, അനബി ഖൈർ, തമാം അല്ലേ, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അറബികൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ അല്ലേ. അവസാനം തദ്ഖുലുൽ മൻ ജഅത്തിൽ ഉമ്മ വന്നിട്ട് അഖി അൽ അസീസ്, സഹോദര മതാ ജിഅത, നീ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. ഉമ്മയുടെ ആങ്ങളയല്ലേ. ഖബ്ല വഖ്തിൻ ഖലീൽ, പ്രിയപ്പെട്ട സഹോദരൻ കേട്ടോ, അസീസ് എന്ന് വെച്ചാൽ ഖബ്ല വഖ്തിൻ ഖലീൽ, കുറച്ച് സമയം മുമ്പ് വന്നത്, കുറച്ച് മുമ്പാണ് വന്നത്. എന്നിട്ട് ഖാല് പറഞ്ഞു സിദറ ബിൻതുൻ മിസാലിയ, മൻ സിദറ, സിദറ ബിൻതുൻ, സിദറ ഒരു പെൺകുട്ടിയാണ്, മിസാലിയ ഒരു ഐഡിയൽ, ഒരു മോഡൽ, ഒരു മാതൃക പെൺകുട്ടിയാണ് നമ്മുടെ സിദറ കേട്ടോ. സിദറ ശരിക്കും ഒരു റോൾ മോഡലാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ലിഅന്നഹ ഇസ്തഖ്ബലത്നി, അവൾ എന്നെ സ്വീകരിച്ചു, ബിഅഹ്സനി വജ്ഹിൻ, ഏറ്റവും നല്ല രീതിയിൽ എന്നെ സ്വീകരിച്ചത് വീട്ടിലേക്ക് വന്നപ്പോൾ അല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു ജമീൽ, മാഷാ അല്ലാഹ്, ജമീൽ, കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള വാചകങ്ങൾ കുറേ ഉണ്ട് അല്ലേ. ജമീൽ, ത്വയ്യിബ്, പിന്നെയോ, പിന്നെ ഏതാണ്? തമാം, അൽഹംദുലില്ലാ, അന ബിഖൈർ, കൈഫ ഹാലുക്, പിന്നെയോ അതുപോലെ ശുക്രൻ, ജസാക്കല്ലാ ഖൈറൻ, അസ്സലാമു അലൈക്കും, വലൈക്കുമുസ്സലാം, അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിന് നമ്മൾ മൊത്തത്തിൽ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അൽ കലിമാത്ത് അത്തഹദീബിയ, അൽ കലിമാത്ത് അത്തഹദീബിയ, നമ്മൾ സംസാരമധ്യേ യൂസ് ചെയ്യുന്ന സംസാര വാക്കുകൾ, ഉപചാര വാക്കുകൾ എന്നൊക്കെയാണ് കേട്ടോ. ആ വാക്കുകളെല്ലാം മക്കൾ ഇവിടെ എടുത്തെഴുതണം കണ്ടോ. ശുക്രൻ, ജസാക്കല്ലാ, അപ്പം ഞാൻ വരച്ചതെല്ലാം തമാം, അൽഹംദുലില്ലാ, അന ബിഖൈർ, തയ്യിബ്, ജമീൽ, എല്ലാ വാക്കുകളും എവിടെ എഴുതണം? ഇവിടെ എടുത്തെഴുതണം. ഓക്കെ, ഏതൊക്കെയാണ് വരിക? അസ്സലാമു അലൈക്കും, വലൈക്കുമുസ്സലാം, ശുക്രൻ, ജസാക്കല്ലാ ഖൈറൻ, അന ബിഖൈർ, അൽഹംദുലില്ലാ, തമാം അല്ലേ. പിന്നെ ഏതാ? തയ്യിബ്, ജമീൽ, ഇങ്ങനെയുള്ള എല്ലാ വാക്കുകളും മക്കൾ ഇവിടെ എടുത്ത് എഴുതണം. ഓക്കെ, അതാണ് ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം. സുമ്മ ഹുനാക്ക നഷാത്തുൻ ആഖർ, വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. എന്താ നോക്കൂ. നുഇദ്ദ തസ്രീഹാത്തിൻ അനി ളിയാഫ ഫി ലൗഇൽ ഹിവാർ, ളിയാഫയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ്, തസ്രീഹാത്ത്, പ്രസ്താവനകൾ ഉണ്ടാക്കാൻ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്.
വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള. അത് എപ്പോൾ പറഞ്ഞതാണ്? റദ്ദത്ത് സിദ്റ, സിദ്റ മറുപടി കൊടുത്തു അസ്സലാം, സലാമിന്, അലാ ഖാലിഹ, അങ്കിളിന്. സലാമിൻ്റെ മറുപടി നൽകിയ സെൻറ്റൻസ് ആണിത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതോ? ഇവിടെ തസ്അലു ചോദിക്കുന്നു, അഹ്വാൽ അവസ്ഥ, അൽ ജുലൂസ് അലൽ അരീക്ക സോഫയിലിരിക്കുക, തദ്ഉ അവൾ എന്താണ് ക്ഷണിക്കുന്നു, തത്ലുബു അവൾ ആവശ്യപ്പെടുന്നു, ഷുർബഷായ് ചായ കുടിക്കൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതേപോലെ സെൻറ്റൻസ് ഉണ്ടാക്കണം. ഉദാഹരണം പറഞ്ഞാൽ കൈഫ ഹാലുക യാ ഖാലി, എങ്ങനെയുണ്ട് അവസ്ഥ. അപ്പോൾ അതെന്താണത്? സിദ്റ ഖാലിനോട് അവസ്ഥ ചോദിച്ചു. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? തസ് അലു അല്ലേ? തസ് അലു എന്ന് ആദ്യം ഇവിടെ എഴുതും. പിന്നെയോ ആരെ ചോദിക്കുന്നത്? സിദ്റ. അപ്പം സിദ്റ ഇവിടെ എഴുതും. എന്ത് ചോദിക്കുന്നു? അഹ്വാല അവസ്ഥ. അപ്പം തസ് അലു സിദ്റ അഹ്വാല ആരുടെ അവസ്ഥയാണ്? ഖാലിഹ. അത് അവസാനം എഴുതണം. അപ്പം എങ്ങനെ എഴുതണം? തസ് അലു സിദ്റ അഹ്വാല ഖാലിഹ എന്നിവിടെ എഴുതണം. മനസ്സിലായോ? രണ്ടാമതോ തഫല്ലൽ ഖാലി വസ്തരിഖ്, വാ അങ്കിളെ ഇരിക്കൂ എന്നാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? ഇരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് അല്ലേ? ആവശ്യപ്പെടുന്നു അല്ല, തത്തുലുബു അല്ലേ? തത്തുലുബു സിദ്റ. മൂന്നാമത്തെ സെൻസ് എങ്ങനെ വരും? തത്തുലുബു സിദ്റ. സിദ്റ ആവശ്യപ്പെടുന്നു ആരോട്? മിൻ ഖാലിഹ. ഇവിടെ ഇതിനു മുമ്പ് മിൻ വെക്കണം. എന്നിട്ട് തത്തുലുബു സിദ്റ മിൻ ഖാലിഹ. എന്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു? അൽ ജുലൂസ അലൽ അരീക്ക, എവിടെ ഇരിക്കാൻ? ഇത് അവസാനത്തെ സെൻറ്റൻസ്, സോഫയിലിരിക്കാൻ. അപ്പം എങ്ങനെ പറയണം? തത്തുലുബു സിദ്റ മിൻ ഖാലിഹ അൽ ജുലൂസ അലൽ അരീക്ക എന്ന് ഇവിടെ. ഓക്കെ. അവസാനത്തെയോ തഫല്ലൽ അഷായി ജാഹിസ്, വരൂ ചായ റെഡിയാണ്. അപ്പം എന്ത് ചെയ്യണം? ചായ കുടിക്കാൻ വിളിക്കുകയാണ് അല്ലേ? എങ്ങനെ പറയണം? തദ്ഉ ആര് വിളിക്കുന്നു? സിദ്റ. തദ്ഉ സിദ്റ, സിദ്റ വിളിക്കുന്നു, ഖാലഹ അവളുടെ അങ്കിളിനെ. എന്തിനാ? ലി ഷുർബി അഷായി എന്ന് വേണം. ലി ഷുർബി അഷായി. ഒന്നുകൂടി പറയാം. തദ്ഉ സിദ്റ ഖാലഹ ലി ഷുർബി അഷായി. അതിവിടെ എഴുതാം. ഓക്കെ അല്ലേ? അത്രയാണ് ഇതിൽ മക്കൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ എഴുതാം. റദ്ദത്ത് സിദ്റ അസ്സലാം അലാ ഖാലിഹ, തസ്അലു സിദ്റ അൻ അഹ്വാലി ഖാലിഹ അല്ലേ? ചോദിക്കുന്നു. തത്ലുബ് സിദ്റ മിൻ ഖാലിഹ ലിൽ ജുലൂസി അലൽ അരീക്ക, തദ്ഉ സിദ്റ ഖാലഹ ലി ഷുർബി ഷായ്. ഇത്രയും ആയിട്ട് ഉത്തരങ്ങൾ മക്കൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.